എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ വെച്ച് നടന്ന തീവ്രവാദി ആക്രമണത്തിൽ ഏകദേശം 14ഓളം ജൂയിഷ് കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ കൊല്ലപ്പെട്ടത്. 25ഓളം പേർക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇസ്രയേൽ ചുമ്മാ ഇരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇസ്രയേൽ പൗരന്മാരെ, അതായത് ജൂതന്മാരെ ഏത് രാജ്യത്ത് എവിടെ വെച്ചെങ്കിലും ആരെങ്കിലും ആക്രമിക്കുകയോ അപകടപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് തക്കതായ മറുപടി കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് ഇസ്രയേലിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് മനസ്സിലാവും, ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ലോകത്തെവിടെ ഏതെങ്കിലും ജൂതന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയയുടെ കേസ് തന്നെ നോക്കാം. ഓസ്ട്രേലിയ ജൂതന്മാരെ ആക്രമിക്കുമെന്ന് അത് മൊസാദ് ഓൾറെഡി മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന് ഒരു രഹസ്യ റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ അയാളത് അവഗണിച്ചു. അതിൻ്റെ ഫലമാണ് ഇന്നിവിടെ കണ്ടത്. അപ്പോൾ ഇനി എന്തായാലും ഇസ്രയേൽ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ജിഹാദികളെ കയറി അടിക്കില്ല. പകരം അതിന് സാമ്പത്തിക സഹായം ചെയ്ത് ആരാണ് അതിന് പിന്നിൽ, അതിൻ്റെ മോട്ടീവ് ആരാണ്, അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം ഈ ആക്രമണം നടത്തിയത് 2 പാകിസ്ഥാൻകാരാണ്. അതായത് നവീദ് അക്രവും ജാവേദ് അക്രവും ബാപ്പയും മകനുമാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടത്. അപ്പോൾ ഇവർക്ക് പിന്നിൽ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ബേസ് ആയിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് ആണ് എന്നുള്ളൊരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഒരു കാരണവശാലും ഇവന്മാരെ വെറുതെ വിടാൻ പോകുന്നില്ല. ജെയ്ഷെ പിന്തുടർന്ന് ആക്രമിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ സൈന്യം കാശ്മീരിൽ, അതായത് മൊസാദിൻ്റെ ആൾക്കാരും ഇസ്രായേൽ സേനയുടെ ആൾക്കാരൊക്കെ കാശ്മീരിൽ പറന്നിറങ്ങി എന്നുള്ളൊരു കാര്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന ജൂതന്മാരെ ആക്രമിച്ചില്ലേ, ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. എല്ലാവരും തെളിവ് സഹിതം, അതായത് ഇസ്രായേൽ മാത്രം ഉപയോഗിക്കുന്ന 1-2 വിമാനങ്ങൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് അവർ അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിയാവാനും സാധ്യതയുണ്ട്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഏകദേശം ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന 1-2 ആഴ്ച മുന്നേ മൊസാദിൻ്റെ ആൾക്കാർ ഇന്ത്യയിൽ വന്നെന്നും കാശ്മീരിൽ വന്നുമെന്നുമുള്ള റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് എന്തിനാണെന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല, കാരണം എന്താണെന്നല്ലേ. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇസ്രായേൽ പൗരന്മാരെ അതിക്രൂരമായി ആക്രമിച്ച് അതിന് ഒരു കാരണമുണ്ട്. ഇസ്രായേൽ പാകിസ്ഥാൻ അവരെ കയറി അടിക്കണമെന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒക്ടോബർ 7, 2023 സംഭവിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അതായത് ജൂതന്മാരെ നോക്കിയിട്ട്, അതായത് ഒരു ജൂതന്മാരുടെ പരിപാടിയിലേക്കാണ് ഇവർ വെടിയുതിർത്തത്. ഏകദേശം 20 മിനിറ്റോളാണ് വെടിയുതിർത്തത്. അതായത് ഒക്ടോബർ 7 ഇസ്രായേൽ എന്താ സംഭവിച്ചത്, ഹമാസിൻ്റെ തീവ്രവാദികൾ അവിടെ നുഴഞ്ഞേറി ഒരു മ്യൂസിക് കൺസേർട്ടിൽ ആൾക്കാർ ഏകദേശം 1200ഓളം പേരെയല്ലേ വെടിവെച്ചു വന്നത്. അപ്പോൾ സമാനമായ സാഹചര്യം ഇവിടെയുമുണ്ട്. അപ്പോൾ ഇസ്രായേൽ എന്തിനാണ് പാകിസ്ഥാനിൽ കയറി അടിക്കുന്നത്? അതായത് ഈ ഓസ്ട്രേലിയയിൽ ആക്രമണം നടത്തിയ 2 ആൾക്കാർ, ജിഹാദികൾ, പാകിസ്ഥാൻകാർ ആയതുകൊണ്ട് മാത്രമല്ല, അവർക്ക് ഹമാസിന് കണക്ഷനുണ്ട്. അതായത് എന്തുകൊണ്ട് ഇവർ പാകിസ്ഥാൻകാർ ഇവർ ജൂതന്മാരെ ആക്രമിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഫ്രീക്വൻ്റ് ആയിട്ട് കുറച്ച് ഹമാസിൻ്റെ ആൾക്കാരെ വിട്ടയച്ചിരുന്നു, ജയിൽ മോചിതരാക്കിയിരുന്നു ഇസ്രായേൽ. അപ്പോൾ ആ സമയത്തൊക്കെ അവർ ഇസ്രായേൽ വിട്ടയച്ച ഉടനെ തന്നെ പാകിസ്ഥാൻ വലിയ സ്വീകരണം കൊടുത്തിരുന്നു. അതായത് ഇപ്പോൾ ഹമാസിൻ്റെ ആൾക്കാർക്ക് ലോകത്ത് ഒരു രാജ്യങ്ങളും അഭയം കൊടുക്കുന്നില്ല. ഖത്തർ കൊടുത്തിരുന്നു. ഖത്തറിൽ കയറി ഇവരടിച്ചല്ലോ, ഇസ്രായേൽ കയറി അടിച്ചല്ലോ. ആ സമയത്ത് തന്നെ ഖത്തറിന് ഒരക്ഷരം ഉരിയാടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അന്ന് തന്നെ ഇസ്രായേൽ വാണിംഗ് കൊടുത്തതാണ്. അതായത് നേതാക്കന്മാർ, നിങ്ങൾ ഹമാസിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭയം കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും നമ്മൾ കയറി അടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് അന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അപ്പോൾ ഖത്തർ ഈ ഹമാസിന് ഇത് കൊടുക്കുന്ന, സഹായം നൽകുന്ന എല്ലാവിധ പരിപാടികളും അവസാനിപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇപ്പോൾ ഹമാസിന് അഭയം കൊടുക്കുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ ഈ ഓപ്പറേഷനും, ഈ ഓസ്ട്രേലിയയിൽ നടന്ന ഓപ്പറേഷനും ഒരു ഹമാസിൻ്റെ ടച്ച് ഉണ്ട് എന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർ ജെയ്ഷയുടെ ആൾക്കാരാണ്. ഇപ്പോൾ ജെയ്ഷയുടെ ആൾക്കാരും ഹമാസിൻ്റെ ആൾക്കാർക്ക് ഒരു ജോയിൻറ്റ് ഓപ്പറേഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പാകിസ്ഥാനാണ് ഇപ്പോൾ ഈ ഹമാസിൻ്റെ ആൾക്കാർക്ക് അഭയം കൊടുത്തിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് അറിയാം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് UN സുരക്ഷാ കൗൺസിൽ അസിം മുനീർ പറഞ്ഞില്ലേ, അതായത് ഈ പലസ്തീനിൽ അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ദംശനങ്ങൾ, അതായത് ഇസ്രായേൽ നടത്തുന്ന മനുഷ്യാവകാശ ദംശനങ്ങളെക്കുറിച്ച് അസിം മുനീറും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് മറുപടി എന്നോളം ഇസ്രായേലിൽ ഒരു പ്രതിനിധി കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുത്തിരുന്നു. അതായത് നിങ്ങൾ തീവ്രവാദം അവസാനിപ്പിച്ചോ, അതായത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഹമാസിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി ഞങ്ങൾ പാകിസ്ഥാനിൽ കയറി അടിച്ചിരിക്കുമെന്നാണ് ഈ UN സുരക്ഷാ കൗൺസിലിൽ ഇസ്രായേൽ പ്രതിനിധി പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് അവർക്കറിയാം ഇനി മുതൽ, അതായത് ഇനി ലോകത്ത് ഒരു രാജ്യവും ഹമാസന്മാർക്ക് ഇനി സപ്പോർട്ട് കൊടുക്കില്ല. ഇപ്പം ആകെ സപ്പോർട്ട് കിട്ടുന്നത് കേരളത്തിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മാത്രമാണ്.
അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അപ്പോൾ വലിയ രീതിയിലുള്ള ഹമാസ് ആക്ടിവിറ്റീസ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ നടന്ന കൂട്ടക്കുരുതിക്ക് ഒരു ഹമാസ് ടച്ച് ഉണ്ട്. അപ്പോൾ ഹമാസന്മാർ ഇപ്പോൾ പൂണ്ട് വിളയാടുന്ന പാകിസ്ഥാൻ തന്നെയാണ്. അവിടെ കയറി അടിക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. എന്ത് തന്നെയായാലും അതായത് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് പ്രകാരം അതായത് ഈ ഓസ്ട്രേലിയയിൽ നടന്ന കൂട്ടക്കുരുതിക്ക് പാകിസ്ഥാനിൽ കയറി അടിക്കുന്ന മാത്രമല്ല അവിടെ കിരാന ഹിൽസ് സൂക്ഷിച്ചിരിക്കുന്ന ആണവോർജ്ജത്തിൽ തന്നെ അവിടെ തന്നെ ബോംബിടാൻ തന്നെയാണ് ഇസ്രയേലിൻ്റെ പദ്ധതി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് വലിയ രീതിയിൽ ഡാമേജ് ഒരു തരത്തിലും ഇനി അത് അവർ തല പൊക്കരുത്. ആ അടിക്കും ഒരേ ഒരു അടിക്കും തന്നെ പത്തി നോക്കി അടിച്ചിട്ട് തന്നെ ഇനി ഒരിക്കലും തല പൊക്കാത്ത രീതിയിലുള്ള ഒരടിയായിരിക്കും ഇസ്രായേൽ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ അങ്ങനത്തെ ഒരു അടി കൊടുക്കുകയാണെങ്കിൽ കിരാന ഹിൽസിൽ തന്നെ പോയി പൊട്ടിക്കും ബോംബിടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതായത് അവിടുത്തെ എല്ലാ ഈ ഭൂമിശാസ്ത്രപരമായ സമസ്ത വിവരങ്ങളും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പക്കൽ നിന്ന് മൊസാദിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ മൊസാദും നമ്മുടെ റോയൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ രഹസ്യാന്വേഷണങ്ങൾ ഇങ്ങനെ പരസ്പരം കൈമാറും. നമുക്ക് കിട്ടുന്ന അവർക്ക് കൊടുക്കും, അവർക്ക് കൊടുക്കുന്ന നമുക്ക് തരും. അങ്ങനെയുള്ള ഒരു ഷെയറിങ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണോ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ഏകദേശം ആ സമയത്തേക്ക് 10 ഒരാഴ്ച മുന്നേ മൊസാദിൻ്റെ ആൾക്കാരും ഇസ്രായേലിൻ്റെ ആൾക്കാരൊക്കെ കാശ്മീരിൽ വന്ന് കണ്ടിരുന്നു. ആ സമയത്ത് വന്നിരുന്ന റിപ്പോർട്ട് പുറത്തുനിന്ന് ചിലപ്പം ഇങ്ങനെ എന്തെങ്കിലും ഡാറ്റ കൈമാറുന്ന ഭാഗമായിട്ടോ എന്തെങ്കിലും ഒരു ജോയിൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ്റെ ഭാഗമായിട്ടാകാം അവർ അന്ന് വന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നതും ഇസ്രായേൽ ഇവർക്ക് പാകിസ്ഥാനിൽ കയറി നമ്മുടെ ഇന്ത്യ വഴിയായിരിക്കില്ല അടിക്കുന്നത്, പക്ഷേ എല്ലാ കാര്യങ്ങളും എങ്ങനെ അറ്റാക്ക് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങോട്ട് വന്നത്. ഒരു കാര്യം ഉറപ്പിച്ച് വെച്ചോ, ഇസ്രായേൽ പാകിസ്ഥാനിൽ കയറി അടിക്കുന്നുണ്ടെങ്കിൽ ഒരടി മാത്രമേ അടിക്കൂ. ആ അടിയിൽ പാകിസ്ഥാനെ പത്തി നോക്കിയിട്ട് തന്നെ ആയിരിക്കും അടിക്കുന്നുണ്ടാവുക. അങ്ങനെ അടിക്കാൻ പറ്റിയൊരു സാഹചര്യം ഇന്ന് പാകിസ്ഥാൻ നിലവിലുള്ളത് ആകെയുള്ളത് ഒരേ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് അതായത് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിരാന ഹിൽസ് കയറി അടിക്കുക. അതായത് അവിടെയാണ് ആണവോർജ്ജം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അവിടെ കയറി അടിച്ചു കഴിഞ്ഞാൽ അവിടെ അവരുടെ പരിപ്പളകും. അതിൻ്റെ യഥാർത്ഥ ഓണർ അമേരിക്കയും സൗദിയാണൊക്കെ തന്നെ ഒരു വാർത്തയൊക്കെ പുറത്തു വരുന്നുണ്ട്. നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് തന്നെ ഇന്ത്യ കിരാന ഹിൽസിൽ പൊട്ടിച്ചില്ലേ, അവിടെ 8 ഡോർസ് ഉണ്ട്. ഈ 8 വിൻഡോയിൽ 2 വിൻഡോ ഓൾറെഡി തകർത്ത് കഴിഞ്ഞു ഇന്ത്യ. ബാക്കി 6 ഡോർസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം ജിയോഗ്രാഫിക്കലായിട്ട് എല്ലാം അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ആ പ്രദേശത്തെ എല്ലാ കാര്യങ്ങളും ഇന്ത്യ വ്യക്തമായിട്ട് അറിയാം. ആ വിവരങ്ങളൊക്കെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ടെക്നിക്കൽ ഡീറ്റെയിൽസൊക്കെ ഫുള്ള് മൊസാദിന് കൈമാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതായത് നമ്മൾ ഏറ്റവും ഇന്ത്യ ലോകത്ത് വിശ്വസിക്കുന്ന ഒരേ ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതായത് ഏത് ആപത്ഘട്ടത്തിലും നമ്മളെ സഹായിക്കുന്ന കണ്ണുമടച്ച് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ആ ഇസ്രായേലിന് വേണ്ടിയിട്ട് നമുക്ക് അവർ ഒരുപാട് സഹായങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് രഹസ്യാന്വേഷണം അല്ലാതെ തന്നെ ആയുധങ്ങൾ നമ്മൾ അവർക്കും സഹായിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ അൽ ജസീറയ്ക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ ബുള്ളറ്റുകളൊക്കെ എടുത്ത് കാണിച്ചിട്ട് അൽ ജസീറ അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത്രത്തോളം ഉണ്ട് നമ്മുടെ ഡ്രോണുകളും ആയുധങ്ങളൊക്കെ ഇസ്രായേലിന് കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പക്കൽ നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കൊടുക്കൽ വാങ്ങൽ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ആ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇന്ത്യ ഏതറ്റം വരെയും പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്ത് തന്നെയാലും ഓസ്ട്രേലിയയിൽ നടന്ന ഈ കൂട്ടക്കൊല, ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത് ഈ വിഷയത്തിൽ ഒരു ഹമാസ് ടച്ച് ഉണ്ട്. അത് പാകിസ്ഥാൻകാരെ ഉപയോഗിച്ചിട്ട് അതായത് ഹമാസിനെ തൃപ്തിപ്പെടുത്താനും പ്രീതിപ്പെടുത്താനും വേണ്ടിയിട്ട് പാകിസ്ഥാനിലെ എന്താ പറയുക ജെയ്ഷെ മുഹമ്മദിന് മസൂദ് അസർ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ജോയിൻറ്റ് ഓപ്പറേഷൻ ആണെന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇസ്രായേലിന് കിട്ടിയിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചില ഡിഫൻസ് സൈറ്റിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ അത്ര സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒക്ടോബർ 7 നടന്ന ഓപ്പറേഷനും ഇവിടെ നടന്ന ഓപ്പറേഷനും തമ്മിൽ എല്ലാം അതിൻ്റെ ഓരോ പോയിന്റ് ബൈ പോയിൻറ്റ്സൊക്കെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് അവർ ഒരു നിഗമനത്തിലെത്തിയിരുന്നു. അത് രണ്ടും സമാന സ്വഭാവമുള്ളതാണ്. അത് ഒരു എക്സിക്യൂട്ട് ചെയ്തത് പ്ലാൻ ചെയ്തത് ഒക്ടോബർ 7 അതേ ആൾക്കാർ അതേ സ്റ്റൈലിൽ തന്നെയാണ് ഇവിടെയും സിഡ്നിയിൽ ഈ ബോണ്ടി ബീച്ചിൽ നടന്ന ആക്രമണവും പ്ലാൻ ചെയ്തത് എന്നാണ് അത്തരം വെബ്സൈറ്റുകളൊക്കെ പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഈ ജമ്മു കാശ്മീരിലേക്ക് മൊസാദിൻ്റെ ആൾക്കാരും ഇസ്രായേൽ സൈന്യം വന്നിറങ്ങിയത് ഇപ്പോൾ പാകിസ്ഥാനെ തീർക്കാൻ വേണ്ടി തന്നെയാണ്. അവിടുത്തെ ഹമാസിൻ്റെ ആൾക്കാരൊക്കെ ലക്ഷ്യം വെച്ചിട്ടും അവിടുത്തെ എന്താ പറയുക കിരാന ഹിൽസിൽ സൂക്ഷിച്ച് ആണവോർജ്ജത്തിൽ തന്നെ ഇവന്മാർ ബോംബിടാനുള്ള സാധ്യതയുണ്ട്. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.